ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചതിനൊരു ഉത്തരം വന്നല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ഈ പായസം കൊടുക്കുന്ന കാര്യത്തിൽ പാത്രം കൊണ്ടുവന്നാൽ മാത്രം അത് ചെയ്താൽ മാത്രമേ എനിക്ക് തരാനുള്ള ഉത്തരവാദിത്തമുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ, സത്യത്തിൽ ഈ ചോദ്യം നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഉത്തരവാദിത്തവും സ്നേഹവും ഈ രണ്ട് ആസ്പെക്റ്റിൽ ഒരു ഗുരുവിൻ്റെ അടുത്തു നിന്നുള്ള ആ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിലെ ഈ ഒരു രണ്ട് വാക്കുകൾ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും. അതിന് അടിസ്ഥാനപരമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുരുവിൻ്റെ ശിഷ്യനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കാർമ്മിക ബന്ധമാണ്. ആ കർമ്മത്തിൻ്റെ തീരുമാനങ്ങളും ആ പാരാമീറ്റേഴ്സ് അനുസരിച്ചാണ് ബന്ധത്തിൻ്റെ വ്യാപ്തി തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാ ശിഷ്യന്മാരോടും ഒരേപോലെ ഒരു ഗുരു പെരുമാറുന്നില്ലല്ലോ. ഗുരു ചിലരോട് കളിക്കുകയും തമാശ പറയുകയും ചെയ്യുന്നു. ചിലർക്ക് ഗുരുവിൻ്റെ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് താഴോട്ട് വരുന്നു. അവരുടെ നിലയിൽ തമാശകളോ അല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളോ പറഞ്ഞുകൊണ്ട് ഗുരു അവരോട് കളിക്ക് ഇടപെടുന്നു. ഇങ്ങനെ 100 തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഈ ശിഷ്യന്മാരുടെ കാര്യങ്ങളിലില്ലേ. അല്ലാതെ എല്ലാവരെയും ഒരുപോലെ ഇരുത്തി ഒരു ഗുരു പെരുമാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഗുരു വേഴ്സറ്റൈലല്ല എന്നുള്ളതാണല്ലോ എൻ്റെ അർത്ഥം. കാരണം ഗുരുവിന് ആ വെറൈറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഗുരുവിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച പോലെ ഒരു ഇനോർഗാനിക് ആയിട്ടുള്ള ഒരു രീതി അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു മൂശയിലിട്ട സംഗതി പോലെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റുന്നുള്ളൂ. വേഴ്സറ്റിലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. ഓരോ വ്യക്തിയുടെയും വാസന അനുസരിച്ച് ആ വ്യക്തിയിലോട്ട് സ്വഭാവം വ്യത്യാസമായിട്ട് പ്രതികരിക്കുക, അവരോട് ഇടപഴകുക, അവരോട് സ്നേഹിക്കുക, പിണങ്ങുക, ഇങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കർമ്മം തന്നെയാണ്. ആ വ്യക്തി ഗുരുവിനായിട്ടുള്ള കർമ്മബന്ധമനുസരിച്ച് വ്യക്തിയോട് അടുക്കുകയോ അകലുകയോ കൃത്യമായ ഒരു അകലം പാലിച്ചു പോവുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള പായസം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഈ പായസം ഗ്ലാസ് കൊണ്ടുവന്നാൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ എഫർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കേണ്ട കാര്യമുണ്ടോ? ആ വെള്ളം എവിടെയെങ്കിലും കിട്ടുമോ? ആ വെള്ളം കൂടെ തീർന്നു പോവില്ലേ? അപ്പോൾ ഗുരുവിന് ബുദ്ധിയുള്ളതുകൊണ്ട് കമഴ്ത്തി വെച്ചിരിക്കുന്ന കുടത്തിൻ്റെ പുറത്തോട്ട് വെള്ളം ഒഴിക്കില്ല. അവനോട് ആദ്യം പറയും കുടം ഒന്ന് മലർത്തി വയ്ക്കുക. കുടം മലർത്തി വെച്ചാൽ മാത്രമേ വെള്ളത്തിന് അതിനകത്തോട്ട് വീഴാനൊക്കെ ഉള്ളൂ. അപ്പോൾ വീഴുന്നതിന് അവിടെ സ്ഥലമുണ്ടല്ലോ, ഇവിടെ ഇരിക്കാം. മലർത്തി വെച്ചാൽ മാത്രമേ ആ കുടത്തിനകത്തോട്ട് വെള്ളം സ്വീകരിക്കാനൊക്കെ ഉള്ളൂ. ആ സ്വീകരണം നടക്കണം എന്നുണ്ടെങ്കിൽ കുടം കമർത്തി വെച്ചാൽ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് അവനെ ആ സ്വീകരണത്തിന് പ്രാപ്തനാക്കുക എന്നുള്ള ഒരു ധർമ്മം അവിടെയുണ്ട്. ഷെഫിക്ക് മുമ്പ് വന്നിരിക്കുന്നത് അവിടെ സ്ഥലമുണ്ട്. ആ ധർമ്മം അനുസരിച്ച് വ്യക്തിയുടേതായ എഫർട്ടിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ ആലോചിക്കണം. ഈ വ്യക്തി ഗുരുവുമായിട്ട് അടുത്തതിന് കാരണം എന്ന് പറയുന്ന കർമ്മമാണ്. ചില വ്യക്തികളുടെ കാര്യത്തിൽ ഇപ്പം നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞ പായസം കൊണ്ടു തന്ന് അവരെ ഊട്ടുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടായിരിക്കും? കർമ്മം, നന്നായിട്ട് പ്രധാനമായിട്ട് കർമ്മം. ആ കർമ്മം തന്നെയാണ് ഗുരു കൊണ്ട് കൊടുക്കുന്നതിന് കാര്യം. 2ാമത് പാത്രം എടുത്തുകൊണ്ട് വരൂ എന്ന് പറയുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് എന്താണ്? നേരത്തെയുള്ള ആക്ടിവിറ്റി, ആ എയും ബിയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ എഫർട്ട് ഇല്ലായ്മയായിരുന്നു. ആ ബിക്ക് ആ ഗ്ലാസ് എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതനുസരിച്ച് അയാളുടെ വിഹിതം കിട്ടുന്നു. മറ്റേയാൾക്ക് അയാൾ ഗ്ലാസ്സുമായിട്ട് ഒരുപാട് നടന്ന് കാണണം. അന്നൊക്കെ ഗുരു പായസം കൊടുക്കാതെ പോയിട്ടും കാണും. മനസ്സിലാകുന്നുണ്ടോ? അത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നമുക്ക് ഈ പറഞ്ഞ നമുക്ക് വളരെ ഒരു അടഞ്ഞ കാഴ്ചപ്പാടല്ലേ ഉള്ളൂ. അപ്പം ഒരു ശിഷ്യൻ അതിനു വേണ്ടി പിറകെ നടന്നിട്ടുണ്ട്.
ആ നടന്നിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവനോട് ചോദിക്കാതെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാൻ ഗുരു തയ്യാറായിക്കൊണ്ടിരിക്കും. ഒരു ഗ്രേസിന് വേണ്ടി, ഒരു ദാക്ഷിണ്യത്തിന് വേണ്ടി കൊതിച്ച് പിറകെ നടന്ന് തളർന്ന കാലുകളുടെ പുറകെ ഗുരു നടക്കും. അതെന്താണ്? കർമ്മഫലമാണ്. അന്ന് ശ്രദ്ധിക്കാതിരുന്ന ഗുരുവിന് ഇദ്ദേഹത്തിൻ്റെ പിറകെ ഇദ്ദേഹം ആവശ്യമില്ലാതിരിക്കുമ്പോഴും പിറകെ നടന്ന് കൊടുക്കേണ്ടി വരും. എന്നാൽ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ വിളിച്ചു കൊടുക്കണമെന്ന് പറയാനൊക്കെ ഉള്ളൂ. കാരണം വിളിച്ചുകൊണ്ട് വന്നാലേ അയാൾക്ക് അത് കൊടുക്കാനുള്ള അർഹതയുള്ളൂ. അപ്പോൾ അവിടെ അയാൾ ആ അർഹതയോടുകൂടി വരണം എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി ഗുരു അവനോട് ക്ലാസ് എടുത്തുകൊണ്ട് വരൂ എന്ന് പറയും. ഇതൊരു ഉദാഹരണം. ടു റിസീവ് ദി ഗ്രേസ്, അത്രയേ ഉള്ളൂ. അവിടെ ആ അർഹതയിലേക്ക് വരണം എന്നുള്ളതാണ്. നമുക്ക് ഇതൊക്കെ നമ്മുടെ അലസത കൊണ്ട് നമ്മളിതൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. ഗുരുവിൻ്റെ കൃപ ഇങ്ങനെ എല്ലായിടത്തും സൺഷൈൻ പോലെ കിട്ടുകയാണ്, അതുകൊണ്ട് എനിക്കും കിട്ടിക്കോളും എന്ന് പറഞ്ഞാൽ അലസമായിട്ടിരിക്കുക. യു ക്യാൻ അഫോർഡ് ടു ബി ലേസി, നത്തിങ് റോങ് ഇൻ ദാറ്റ്, ബിക്കോസ് ടൈം ഈസ് നോട്ട് ലിമിറ്റഡ് ഫോർ യു. ഇഷ്ടംപോലെ ജന്മങ്ങൾ ഇനി മുമ്പോട്ട് കിടക്കുന്നുണ്ട്. ഗുരുവും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും, ശിഷ്യനും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. എവിടെയെങ്കിലുമൊക്കെ അവർ കൂട്ടിമുട്ടുകയും ഈ പറഞ്ഞ ജോലികൾ തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊന്നും വലിയ ധൃതി പിടിച്ച് തീർക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇതിനകത്ത് തികച്ചും അശ്രദ്ധാവാനായിരിക്കുന്നു ഗുരു. ഇതൊക്കെ നമ്മളൊരു തേർഡ് പാർട്ടി കാണുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഗുരുവിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ, റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മ ഒക്കെ തോന്നും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ സ്കെപ്റ്റിക്കലാണ്. ബേസിക്കലി നമുക്ക് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലവ് ഉണ്ടാവുള്ളൂ. ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അണ്ടർസ്റ്റാൻഡിങ് വർക്ക് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആ ഹൃദയം അവിടെ തുറന്നാൽ മാത്രമേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ ഫെയ്ത്ത് ഉണ്ടാവുള്ളൂ. ഫെയ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ലവ് ഉണ്ടാവുള്ളൂ. ലവ് ഉണ്ടെങ്കിൽ മാത്രമേ പീസ് ഉണ്ടാവുള്ളൂ, ശാന്തമായിരിക്കും. അല്ലെങ്കിൽ എന്തുണ്ടാകുന്നത്? നേരെ തിരിച്ച് പീസ് ഇല്ലാത്ത അശാന്തമായിരിക്കുന്ന അവസ്ഥയാണ്. അശാന്തമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിങ്ങനെ കാരണം കണ്ട് രന്ധ്രാന്വേഷണം എന്ന് പറയും സംസ്കൃതത്തിൽ, പഴുത് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഗുരുവിൻ്റെ ഒരു നിരുത്തരവാദപരമായ പ്രവർത്തനം കാണുന്നത്. അപ്പോൾ നിരുത്തരവാദമായ പ്രവർത്തനത്തിലേ നമുക്ക് സംസാരിക്കണമെന്ന് നമുക്ക് തോന്നും. മനസ്സിലായോ? അപ്പോൾ ഇതിന് മുഴുവൻ കാരണമായിരിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ്. നമ്മുടെ കർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ഇത് നമ്മുടെ എഫർട്ട് കൊണ്ട് മാത്രമേ ഇത് പൂർത്തീകരിക്കാനൊക്കെ ഉള്ളൂ. ഞാൻ മനഃപൂർവ്വം തീരുമാനിക്കണം എനിക്ക് ആ ബെനവലൻസിനകത്തേക്ക് പ്രവേശിക്കണമെന്നും ഞാൻ അതുകൊണ്ട് ഫുൾഫിൽഡ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും ഞാൻ നാളെ ആ ഗുരുവായിത്തീരണമെന്നും എൻ്റെ മനസ്സിലൊരു ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ അതായിത്തീരാനൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മളെപ്പോഴും അതിൽ തേർഡ് പാർട്ടിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫെയ്ത്തും വർക്ക് ചെയ്യുന്നില്ല, ബ്ലിസ്സും വർക്ക് ചെയ്യുന്നില്ല, പീസും ഇല്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ പുതിയൊരു പീസസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. യു വിൽ ബി ടോൺ ഇൻ ടു പീസസ് വിത്തൗട്ട് പീസ്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ കർമ്മം, ഇതൊക്കെയാണ്. നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നമുക്ക് പാസ്റ്റ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. ഞാൻ ആദ്യത്തെ സംസാരത്തിൽ പറഞ്ഞ പോലെ യു ക്യാൻ ഫർഗെറ്റ് അബൌട്ട് ദി പാസ്റ്റ്, അതിലൊന്നും കാര്യമില്ല. ബട്ട് പ്രസൻറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്. ഈ വർത്തമാനകാലം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. വർത്തമാനം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡൈമെൻഷൻ എന്നാണ് അർത്ഥം. അത് സംസാരമായിട്ട് വാസ്തവത്തിൽ ഒരു ബന്ധവുമില്ല. പ്രയോഗത്തിൽ അത് സംസാരമായിട്ട് വന്നതാണ്. തമിഴിൽ സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നർത്ഥമുണ്ട്. ദുഃഖകരമായിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അതുമായിട്ട് ഭാര്യയെ ചേർത്ത് വെച്ച ഏതോ ഒരു മെയിൽ ഷോവിനിസ്റ്റ് ഉണ്ടാക്കി വെച്ചൊരു പേരാണത്. അത് പിന്നെ അത് യൂസേജിലായി. സംസാരം എന്ന് പറയുന്നൊരു പേരങ്ങ് ഉപയോഗിച്ചു. സംസാരം ദുഃഖമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോഴുള്ള കാര്യങ്ങൾ, ഇപ്പോഴുള്ള ആക്ടിവിറ്റീസ്, ചെയ്തികൾ എന്ന് തമിഴിൽ പറയും. ന്യൂസിനെ ഇല്ലേ? തമിഴിലുള്ള ആരുമില്ല. ചെയ്തികൾ എന്നവർ പറയും തമിഴിൽ. ഇത് പ്രവൃത്തികൾ, ഇതാണ് വർത്തമാനം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചത്, അതെങ്ങനെ സംഭവിച്ചു, അയാളങ്ങനെ പോയി, ഇയാളിനടുത്ത് പോയി, ഇയാൾക്ക് ജോലി കിട്ടി, അവരെന്നെ വിളിച്ചിരുന്നു, ഉണ്ണാൻ പോയി, സദ്യ ഉണ്ടായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു, ഇങ്ങനെയുള്ള ചെയ്തികൾ പറയുന്നതാണ് നമ്മൾ ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിനെയാണ് അവസാനം വർത്തമാനമായി മാറിയത്.
വർത്തമാനം എന്ന് പറയുന്ന കറണ്ട് ആക്ടിവിറ്റി എന്നേ അർത്ഥമുള്ളൂ. കറണ്ട്, നെയ്തർ ദ പാസ്റ്റ് നോർ ദി ഫ്യൂച്ചർ. ഈ രണ്ട് പാസ്റ്റും അല്ല ഫ്യൂച്ചറും അല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ നിൽക്കുന്നത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കർമ്മത്തിൻ്റെ ഫലം വരുന്നില്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുരു എന്നോട് ഇടപെടുന്നുണ്ടോ, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, എന്നെ ലാളിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും നോക്കാതെ എൻ്റെ ആക്ടിവിറ്റി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. ഞാനങ്ങ് അങ്ങോട്ടിടിച്ച് കയറും. അപ്പോൾ ഗുരുവിന് വേറെ നിവൃത്തിയുണ്ടോ? കാര്യം എന്തുകൊണ്ട്? ഈ കർമ്മം ചെയ്തല്ലേ, കർമ്മത്തിൻ്റെ ഫലം തിരിച്ച് ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ കർമ്മത്തിൻ്റെ ഫലമായിട്ട് പഴയ കർമ്മത്തിൻ്റെ കാര്യങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മളിപ്പോൾ പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ആ പ്രാപ്തി നേടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ക്ലാസ് എടുത്തുകൊണ്ട് വരൂ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ട് വരുന്നു, ആ പായസം കിട്ടുന്നു. അതല്ലാതെ ഒരിക്കലും ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യമല്ല. പിന്നെ ഇനി റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ കൂടെ ഇനി നമുക്ക് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് റെസ്പോൺസിബിളായിട്ട് ലവ് അനുഭവിക്കുന്ന ആരിൽ നിന്നാണ്? നമ്മുടെ പേരൻസിൽ നിന്നാണ്, അല്ലേ? അവരുടെ ലവ് എന്ന് പറയുന്നത് പ്യുവർലി റെസ്പോൺസിബിലിറ്റി കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്, അല്ലാതെ വേറെ വല്ലതും ആണോ? ദേ ലവ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ടു ലവ് യു. ശരിയാണോ ഇല്ലയോ? അവർ ലവ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും പറയുമോ? ഓ മഹാഭാഗ്യമാണ്, എന്തൊരു സ്നേഹമാണ് പിള്ളേരോടെന്ന് പറയുമോ? കാരണം അതൊരു സ്വാഭാവികമാണ്. ഒരു പൂച്ചക്കുഞ്ഞിനെ കോഴി സ്നേഹിക്കുന്ന വീഡിയോ കണ്ടാൽ നമുക്ക് തോന്നും, ആഹാ എന്തൊരു അത്ഭുതം, പട്ടിക്കുട്ടിയും പൂച്ചക്കുഞ്ഞുമായിട്ട് ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അത്ഭുതമാണ്. ഒരു പട്ടിക്കുട്ടി സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ അത്ഭുതം തോന്നുമോ? കാരണം അത് ഡ്യൂട്ടിയാണ്. So where the love crosses the duty, it becomes divine. Because there is no duty. ഡ്യൂട്ടി അല്ല, ഡ്യൂട്ടി ബൗണ്ടായിട്ടുള്ള ലവ് അല്ല. അതാണ് ഒരു ഗുരുവിൻ്റെ ലവ്. അത് ഡ്യൂട്ടി ബൗണ്ട് അല്ല. ഇത് ഭൗതികമായിരിക്കുന്ന ആപേക്ഷികമായിരിക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ പാരമാർത്ഥികമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാത്തിനും എല്ലാ എലിമെൻറ്റുകൾക്കും കാരണമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അതിന് കർമ്മമെന്ന് പറയുന്നൊരു കാരണം അവിടെ ഉണ്ട്, ഇല്ലാതില്ല. മനസ്സിലായില്ലേ? ഇനി കർമ്മമില്ലെങ്കിലും അടുക്കാം, അതൊരു തോട്ടാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള കൃപ എന്ന് പറയുന്നത്. ഗുരുവിന് തോന്നുന്ന ഒരു നിമിഷത്തെ തോട്ട്, ആ തോട്ട് കൊണ്ട് ഗുരു അവൻ്റെ കർമ്മമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാതെ അങ്ങ് ഇടപെടുകയാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു അറിയാമോ? ഹി വിൽ ക്രിയേറ്റ് ദ നെസസറി കർമ്മ ഇൻ ദാറ്റ് പേഴ്സൺ ഫോർ റിസീവിങ് ദ ബെനവലൻസ് ഓഫ് ദി ഗുരു. ഗുരുവിൻ്റെ കൃപ അവന് ലഭിക്കുന്നതിനാവശ്യമായ കർമ്മം എന്താണെന്ന് അവിടെ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ഗുരുവിൻ്റെ കാര്യത്തിലൊരു അനുഭവമുണ്ട്. പെട്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ആസ് ഫാർ ആസ് പോസിബിൾ ഐ അബ്സ്റ്റെയിൻ ഫ്രം ടോക്കിംഗ് അബൌട്ട് മൈ ഗുരു. ബട്ട് സ്റ്റിൽ ഒരിക്കൽ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വിനായകൃഷ്ണ കോക്ക്, വി കെ കോക്ക് നിങ്ങൾക്കെല്ലാം കേട്ടുള്ളവർക്കറിയാം, കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാനൊക്കെ ആയിരുന്നു. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് ആയിരുന്നു, വലിയൊരു എഡ്യൂക്കേഷനിസ്റ്റായിരുന്നു. അദ്ദേഹത്തിനോട് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു, എൻ്റെ ഷേവിങ് ക്രീം തീർന്നു പോയി, ഹോസ്റ്റലിലെ ഇത്രാമത്തെ മുറിയിൽ താമസിക്കുന്ന ഒരു പയ്യൻ്റെ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് അവൻ്റെ നിന്ന് ക്രീം വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അതിന് ഈ ഡോക്ടർ ഗോക്ക് സാധാരണ ഈ എറൻസിനൊന്നും വിളിക്കുന്ന ആളല്ല. ഇറ്റ് മേ ബി ടു കൺവിൻസ് ഹിം, അങ്ങനെയാവാം. ഡോക്ടർ ഗോക്കിനോട് വിളിച്ച് പറഞ്ഞു. ഡോക്ടർ ഗോക്ക് പോയി ഇപ്പോൾ ഈ ആളുടെ അടുത്ത് വെച്ച് പാവം പറഞ്ഞു, അയ്യോ എൻ്റെ കയ്യിൽ ക്രീമൊന്നുമില്ല, ക്രീമൊക്കെ തീർന്നു, കഥയിൻ്റെ ഇടയിൽ വെച്ച് ഇരിക്കുകയാണ്, ഇപ്പോൾ ക്രീം തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ള ക്രീം കൊടുത്തു. അതേ പറഞ്ഞില്ല, സ്വാമി ഈസ് വെയിറ്റിംഗ് ഫോർ യു പറഞ്ഞ് ഈ ക്രീം വാങ്ങിച്ചുകൊണ്ട് പോയി. വാങ്ങിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ വെളിയിൽ കാർപോർച്ചിൽ വെളിയിൽ വന്ന് നിൽക്കുകയായിരുന്നു, വെയിറ്റ് ചെയ്യായിരുന്നു. ഈ ക്രീം വന്നുകൊണ്ട് ഇങ്ങനെ അത് സ്ക്വീസ് ചെയ്ത് ഇങ്ങനെ തേച്ചിട്ട് പറഞ്ഞു, ദിസ് ഈസ് നോട്ട് ഷേവിങ് ക്രീം ബട്ട് സേവിങ് ക്രീം എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ഇപ്പം ഗ്യാസ് പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണ എന്തോന്ന് കാരണം എന്ന് ഞാൻ നോക്കി. വേറെ ഒരു വഴിയില്ല, ഈ ക്രീം വാങ്ങിച്ച് തേച്ചാലേ ഒക്കുള്ളൂ. സിംപ്ലി അത് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന കാർമിക് ലോയാണ്.
വിത്തൗട്ട് കോസ് ദർ കനോട്ട് ബി എ കോൺസിക്വൻസ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ വേറെ ജോലിയൊന്നുമില്ല, ഈ ക്രീം വാങ്ങിച്ച് വരട്ടിയാണ് അവൾ രക്ഷിക്കാൻ പോകുന്നത് എന്ന് പറയാം. അപ്പോൾ അവന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മെസ്സേജ് വന്നു, അവൻ വീട്ടിൽ പോകാൻ പെർമിഷൻ കൊടുത്തു, അവൻ പോയി, അവർ സേഫ്ഡായി, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാനതാണ് നേരത്തെ പറഞ്ഞത്. ഗുരു വിൽ ക്രിയേറ്റ് കോസസ് ഇൻ ദ പേഴ്സൺ ടു റിസീവ് ദി കോൺസിക്വൻസസ്. ഗുരുവിൻ്റെ ബെനവലൻസ് കിട്ടാൻ വേണ്ടിയുള്ള സാധനം കൂടെ അവിടെ ഉണ്ടാക്കി കൊടുത്തളയും. മനസ്സിലായില്ലേ? അതൊരു കൃപയാണ്. അതെല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല. നമുക്ക് വിചാരിക്കും പോലെ പിന്നെ ഒരു എല്ലാ കാര്യത്തിലും എല്ലാ സമയത്തൊന്നും അത് കിട്ടണമെന്നില്ല. ദാറ്റ് മേ ഓൾസോ ബി ബിക്കോസ് ഓഫ് ടൈം, വിച്ച് ഈസ് നത്തിങ് അതർ ദാൻ കർമ്മ. കർമ്മം കൊണ്ട് തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുകൊണ്ട് ആ കർമ്മത്തിൻ്റെ റിസപ്ഷന് ആവശ്യമായ കോസ് കൂടെ ഗുരു ഉണ്ടാക്കി കൊടുക്കുന്നു. അവൻ്റെ കയ്യിലില്ല, എന്നാൽ അത് ഞാനിതാ തരുന്നു. യുദ്ധം ചെയ്യാൻ വേണ്ടി ഗുസ്തി കൂടി അവൻ്റെ കയ്യിൽ മറ്റേ ജയനും നസീറും കൊണ്ടൊരു ഫൈറ്റ് സീൻ കളിക്കുന്നുണ്ട്, കണ്ടാൽ അറിയാം. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിരായുധനായ ഒരാളെ ഉപദ്രവിക്കാൻ, വീണ് കിടക്കുന്ന ഒരാളെ അടിക്കാൻ പാടില്ല. കൊണ്ടാൽ മറ്റവനും പറയും, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. പറഞ്ഞു വന്നപ്പോൾ രണ്ടുപേരുടെ അച്ഛനും ഒന്നാണ് എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവിഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. യുദ്ധത്തിന് ചുമ്മാ അങ്ങ് നിലംപരിശാക്കാം, അതിന് വരെ അങ്ങോട്ട് എന്നാ പിടിച്ചോ, നിനക്ക് ഈ കമ്പിരിക്കട്ടെ, എൻ്റെ ഒരു കമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ യുദ്ധം ചെയ്യുന്ന ഒരു രീതി പോലെ ഗുരു വളരെ കോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയേ തയ്യാറാവുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത്രയ്ക്ക് ഡീപ്പായിട്ടാണ് ഗുരുവിൻ്റെ പ്രേമം പോകുന്നത്. ഒരിക്കലും അത് സൂപ്പർഫിഷ്യലല്ല. പക്ഷെ അത് മനസ്സിലാവില്ല. നമ്മളിങ്ങനെ ഈ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കിപ്പോൾ നമ്മുടെ സെൻസസിനെ കേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും വ്യക്തികളും മാനസികാവസ്ഥകളും ശരീരങ്ങളും മനസ്സുകളും ഒക്കെ ഇങ്ങനെ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവൊരെണ്ണം ഉണ്ടാവണമെന്നില്ല. എ ഡോഗ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് മാസ്റ്റർ ഇൻ വാട്ട് എവർ അറ്റയർ ഹി കംസ്, ബട്ട് എ ഹ്യൂമൻ ബീയിങ് കനോട്ട്. സർട്ടൈൻ വേഷങ്ങളിട്ടുകൊണ്ട് യൂണിഫോമിൽ വന്നാലേ ഒരു ഗുരു പോലും ഗുരു ആവുള്ളൂ.